പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏത് ചാപ്റ്ററാ? കൺസ്ട്രക്ഷൻസ് ആണ്. രണ്ട് പാർട്ട് കഴിഞ്ഞു. സ്ക്വയർ കേസ് കൺസ്ട്രക്ഷൻ ചെയ്തു. ദെൻ റെക്റ്റാങ്കിൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ കൺസ്ട്രക്ഷൻ ചെയ്തു. ഇനി പാരലലോഗ്രം, ട്രപ്പീസിയം ആൻഡ് ക്വാഡ്രിലാറ്ററൽ 3 ടോപ്പിക്കാണ് ഉള്ളത്. പാരലലോഗ്രത്തിൽ തന്നെ വാട്ട് ഈസ് മീൻ ബൈ പാരലലോഗ്രം? Parallelogram is a quadrilateral. Opposite sides are equal and parallel. Opposite angles are equal. Adjacent angles are supplementary എന്നൊക്കെ പഠിച്ചതാണ്. അതിൽ വരുന്നൊരു കാറ്റഗറിയാണ് ട്രപ്പീസിയം അല്ലേ? വാട്ട് ഈസ് മീൻ ബൈ ട്രപ്പീസിയം? എ ട്രപ്പീസിയം ഈസ് എ 4-sided equal parallelogram. എ ട്രപ്പീസിയം ഈസ് എ പാരലലോഗ്രം ആണ്. 4 sides are equal. 4 sides ഈക്വൽ ആയിട്ടുള്ള. അപ്പോൾ 2 ടൈപ്പ് ട്രപ്പീസിയം വരയ്ക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു 4 ടൈപ്സ് പാരലലോഗ്രം കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത്, ഈ ടോപ്പിക്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പാരലലോഗ്രം സൈഡ് ഹെഡിങ് എഴുതുക. അതിൽ എഴുതുക എന്ത്? റോംബസ്. ഫസ്റ്റ് വൺ റോംബസ് ആണ്. പാരലലോഗ്രം മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ് റോംബസ്. അതിൽ ടൈപ്പ് 1, റോംബസിൽ ടൈപ്പ് 1, റോംബസിൽ ടൈപ്പ് 1 എഴുതി വെക്കുക. 1 side and 1 angle. റോംബസ് ടൈപ്പ് 1, 1 side and 1 angle. ഒരു സൈഡും ഒരു ആംഗിളും തരും. ക്വസ്റ്റ്യൻ എഴുതുക. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 cm. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 cm. And the angle between 2 sides 40 degree. And the angle between 2 sides 40 degree. Rhombus of side 5 cm and the angle between 2 sides 40 degree. അപ്പോൾ നമുക്കറിയാം റോംബസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് പാരലലോഗ്രാം അല്ല, എല്ലാ പ്രോപ്പർട്ടി പാരലലോഗ്രത്തിൻ്റെ ഓൾ പ്രോപ്പർട്ടീസ് ആർക്കുണ്ട്? റോംബസിനുണ്ട്. അപ്പോൾ റഫ് ഫിഗർ വരച്ച് വെക്കുക. റഫ് ഫിഗർ റോംബസ് ടൈപ്പ് ഓഫ് പാരലലോഗ്രമാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. 5 5 5 5. ഓൾ സൈഡ്സ് 5. പെന്ന് കൊണ്ട് വരച്ചാലും മതി. റഫ് ഫിഗർ പെൻസിൽ കൊണ്ട് യൂസ് ചെയ്ത് ചെയ്യാം. Then angle between 2 sides 40 degree. This angle 40 degree, therefore adjacent angle 140. 180 minus 40, 140 degree. അപ്പോൾ അത് 140, ഈ ഓപ്പോസിറ്റ് ആംഗിൾ 40. ഇങ്ങനെയാണ് പാരലലോഗ്രാം ഇവർ പറഞ്ഞിരിക്കുന്ന പാരലലോഗ്രാം വരുന്നത് അല്ലേ? 2 sides, all sides 5 cm. Then angle between 2 sides 40 degree. Therefore adjacent angle 140 degree. Then 180 minus 40 supplementary ആണെന്ന് അറിയാം. ഡ്രോ എ ലൈൻ 5 cm. ഫസ്റ്റ്ലി 5 cm ലൈൻ വരയ്ക്കുക. ഡ്രോ എ ലൈൻ 5 cm. എല്ലാവർക്കും അറിയാലോ 5 cm ലൈൻ വരയ്ക്കാൻ. അറിയാത്തവരുണ്ടോ? അറിയാത്തവരുണ്ട്, ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലൈനിൽ 5 cm ലൈൻ വരച്ചു. ദെൻ പ്രൊട്രാക്ടർ യൂസിങ് 40 ഡിഗ്രി മാർക്ക് ചെയ്തു. ആംഗിൾ 40 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ദിസ് സൈഡിലെ ആംഗിൾ എത്ര മാർക്ക് ചെയ്തു? 140 ഡിഗ്രി. പ്രൊട്രാക്ടർ പിടിക്കാൻ അറിയുന്നവർക്ക് ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 140 ചിലപ്പോൾ വേറെന്തോ ആയി പോകും, ശ്രദ്ധിക്കണം. 40 ഡിഗ്രി മാർക്ക് ചെയ്തു, 140 ഡിഗ്രി മാർക്ക് ചെയ്തു. 40 ഡിഗ്രി മാർക്ക് ചെയ്തു, 140 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ കോമ്പസിൽ 5 cm എടുത്തു. കോമ്പസ് 5 cm. ഡ്രോ എൻ ആർക്ക്. ഇവിടെയും ഡ്രോ എൻ ആർക്ക്. ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക്. ജോയിൻ 5 5 5 5. Then 140 and 40 degree. All sides are 5. Angle between 2 sides 40 degree. Then supplementary angle 140 degree. Okay, സിമ്പിൾ ആണല്ലോ റോംബസ് ഫസ്റ്റ് ടൈപ്പ്. സിമ്പിളാണ്. അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ്. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 cm. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 വേണ്ട, നമ്മൾ 5 അല്ല ഇപ്പോൾ ചെയ്ത് 6 ആയിക്കോട്ടെ. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 cm. ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ്. ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ്. ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ് 50 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ് 50 ഡിഗ്രി. അപ്പോൾ റഫ് ഫിഗർ വരയ്ക്കുക. ഡ്രോ എ റോംബസ് സൈഡ് 6 ആണ്. അപ്പോൾ ഓൾ സൈഡ് 6 6 6 6. ദിസ് ആംഗിൾ 50 ആണ്. അഡ്ജസൻ്റ് ആംഗിൾ 130. 180 minus 50, that's equal to 130 degree. സിമ്പിളാണ്.
ഡ്രോ 6 cm ലൈൻ യൂസിങ് സ്കെയിൽ ഓർ റൂളർ യൂസ് ചെയ്ത് വരച്ചു 6 cm. മാർക്ക് 50 ഡിഗ്രി യൂസിങ് പ്രൊട്രാക്ടർ. ദെൻ മാർക്ക് 130 ഡിഗ്രി, ദിസ് സൈഡ് 130 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ഡ്രോ 6 cm, ഡ്രോ 6 cm. ജോയിൻ ബി ഗെറ്റ് 6. ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ മെഷറൊന്നും ഇല്ലാതെ വരയ്ക്കുകയാണ്. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിരുന്നത്, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 6 50 ഡിഗ്രി മാർക്ക് ചെയ്തു, 130 ഡിഗ്രി മാർക്ക് ചെയ്തു, 6 cm ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് വേണം എന്ത് ചെയ്യുക, അവിടെ 6 വരച്ചു, 50 ഡിഗ്രി മാർക്ക് ചെയ്തു, 6 കട്ട് ചെയ്തു. കോമ്പസിൽ 6 എടുത്ത് വീണ്ടും ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക, ഇവിടുന്ന് 6 എടുത്ത് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക. 130 വരയ്ക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ആർക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ അങ്ങോട്ട് വന്ന് എന്താണ് 6 cm കട്ട് ചെയ്ത ആർക്ക്, ആ കോമ്പസ് തന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചു 6 cm, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കട്ട് ചെയ്തു 6 cm. അങ്ങനെയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആംഗിൾ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് കൂടി ഒന്ന് സെറ്റായി. അപ്പോൾ എന്താ പ്രോപ്പർട്ടി? ടൈപ്പ് 1 എന്താണ്? 1 സൈഡ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ്. 1 സൈഡ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ് ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ 1 ആംഗിൾ 50 ആണെങ്കിൽ അഡ്ജസൻ്റ് ആംഗിൾ 130, 40 140, 20 160, 160 20, 50 130, 60 ആണ് 120, 70 110, 180 മൈനസ് ദാറ്റ് ആംഗിൾ, അതാണ് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ റോംബസ് ടൈപ്പ് 1 ഓക്കെ ആണല്ലോ. റോംബസ് ടൈപ്പ് 1 ഫിറ്റ് ആയില്ലേ? ഫസ്റ്റ് സൈഡ് ആംഗിൾ മെഷർ ചെയ്തു, സൈഡ് മാർക്ക് ചെയ്തു, ദിസ് അഡ്ജസൻ്റ് ആംഗിൾ മാർക്ക് ചെയ്തു, സൈഡ് മാർക്ക് ചെയ്തു. ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ആണ്. ഓക്കെ, ഡൺ, വെരി ഗുഡ്. അടുത്തത് ടൈപ്പ് 2 റോംബസ് തന്നെ, പാരലോഗ്രാം മെയിൻ ഹെഡിങ്, റോംബസ് സബ് ഹെഡിങ്. ദെൻ ടൈപ്പ് 2 2 diagonals are given. 2 diagonals are given. 2 diagonals are given. അപ്പോൾ നമുക്കറിയാം, ഇന്ന പാരലോഗ്രാം ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ, ഇന്ന റോംബസ് ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. അതാണ് ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് പാരലോഗ്രാം ആർക്കുണ്ട്? റോംബസിനുണ്ട്. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1, ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ്. ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ്. Draw a rhombus of diagonal 5.5 centimeters and 3 centimeter. 5.5 centimeter and 3 centimeter. Draw a rhombus of diagonal 5.5 centimeter and 3 centimeter. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാം? റോംബസ് വരയ്ക്കുക. സൈഡൊന്നുമില്ല, റഫ് ഫിഗർ വെറുതെ വരച്ച് വെച്ചേക്കുക. 3 ആണ്. 3 ആണെങ്കിൽ 1.5 1.5 ആണ്. 5.5നെ നമുക്ക് ബൈസെക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് റോംബസ് 2 ഡയഗണൽസ് ആർ ഗിവൺ ആണ് ഫസ്റ്റ്. സെക്കൻഡ് കേസ് ബൈസെക്റ്റ് ചെയ്യാൻ കഴിയാതെ, വിത്തൗട്ട് എന്ത് സ്കെയിലിലൂടെ ബൈസെക്റ്റ് ചെയ്യാൻ പറ്റാത്ത സൈഡ് ഉണ്ടാവും. സ്കെയിലിലൂടെ ബൈസെക്റ്റ് ചെയ്യാൻ പറ്റാത്ത സൈഡ് അല്ലേ? സ്കെയിൽ യൂസ് ചെയ്ത് ബൈസെക്റ്റ് ചെയ്യുന്നതാണ് 3. 3ൻ്റെ ബൈസെക്റ്റ് എത്രയാണ്? 1.5 1.5. സ്കെയിൽ യൂസ് ചെയ്തിട്ട് കിട്ടത്തില്ല, സ്കെയിൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല, വിത്തൗട്ട് സ്കെയിൽ പറ്റുള്ളൂ. ഏതാണ്? 5.5. 5.5ൻ്റെ ബൈസെക്റ്റ് എത്രയാണ്? 2.75. സ്കെയിൽ മെഷർമെൻറ്റ് ഉണ്ടാവുമോ? ഇല്ല, സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കേസ് ഉണ്ടാവും, ഡെസിമൽസ് ഒക്കെ വരുന്നത്. അത് ഫസ്റ്റ് വരയ്ക്കുക. ഡ്രോ എ ഡയഗണൽ 5.5 centimeter. അപ്പോൾ 2 ഡയഗണൽസിൽ ഡെസിമൽസ് വരുന്നത് ഏതാണോ അത് ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക, ലൈൻ വരയ്ക്കുക. അപ്പോൾ 6ഉം 8ഉം ബൈസെക്ടറാണ്. 6ൻ്റെ ബൈസെക്ടർ 3, 8ൻ്റെ 4 4 ചെയ്യുക. 5 9 ചെയ്യുക, 3 4, ബാക്കി എല്ലാ ഇൻറ്റിജേഴ്സും ഓക്കെ ബൈസെക്ട് ചെയ്യാം. ദെൻ ഡെസിമൽ നമ്പർ ബൈസെക്റ്റ് ചെയ്യാം, പക്ഷേ സ്കെയിൽ മെഷർമെൻറ്റ് കിട്ടത്തില്ല, സ്കെയിലിലൂടെ ബൈസെക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ? സ്കെയിൽ ഉണ്ടാവുമോ? 2.75. 2.7 ഉണ്ട്, ബട്ട് 2.75 നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെസിമൽ സൈഡ് ഏതാണോ, അല്ല ഡെസിമൽ ഡയഗണൽ ഫസ്റ്റ്ലി ഡ്രോ ഡെസിമൽ ഡയഗണൽ ഫസ്റ്റ് വരച്ചു. 5.5 വരച്ചു. സ്കെയിലെടുത്ത് മെഷറെടുത്ത് വരയ്ക്കണേ. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്ത്? മോർ ദാൻ ഹാഫ് വെച്ച് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ 7th പഠിച്ചതാണ്. ദെൻ 5.5 മോർ ദാൻ ഹാഫ് എടുത്തു, അപ്പർ ആർക്ക് ഇവിടെ കുത്തി, അപ്പർ ആർക്ക്
അതേപോലെ താഴോട്ടേക്ക് വന്നു, അപ്പർ ആർക്ക് ലോവർ ആർക്ക്. ദെൻ ഈ പോയിന്റിൽ വെച്ച് കട്ടാർക്ക് കട്ടാർക്ക്, രണ്ടാർക്കും കൂടി കട്ട് ചെയ്തു. അപ്പർ ആർക്ക് ലോവർ ആർക്ക്, കട്ടാർക്ക് കട്ടാർക്ക്, അപ്പർ ആർക്ക് ലോവർ ആർക്ക്, കട്ടാർക്ക് കട്ടാർക്ക്. അപ്പോൾ അപ്പർ ആർക്ക് ലോവർ ആർക്ക്, കട്ടാർക്ക് കട്ടാർക്ക്. അപ്പോൾ ബൈസെക്ടർ ആയല്ലോ. യെസ്. ദെൻ സെക്കൻഡ് ഡയഗണൽ എത്ര? 3. 3യുടെ ബൈസെക്ടർ എത്രയാണ്? 1.5. കോമ്പസിൽ 1.5 എടുത്ത് ഇവിടെ ഒരു മാർക്ക് ചെയ്യുക, ഈ ഡയഗണലിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുക. 1.5 1.5 സ്കെയിൽ വെച്ച് എല്ലാം കൂടി ജോയിൻ ചെയ്യുക. ബി ഗെറ്റ് എ സൂപ്പർ റോംബസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെസിമൽ ലെങ്ത് ഓഫ് ഡയഗണൽ ഡ്രോ ഫസ്റ്റ് നമ്മൾ വരച്ചു. ആൻഡ് ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദാറ്റ് ഡയഗണൽ. ദാറ്റ് ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ സെക്കൻഡ് ഡയഗണൽ ബൈസെക്ട് 2 പാർട്സ്, ബൈസെക്ട് ചെയ്തു. സെക്കൻഡ് ഡയഗണൽ ബൈസെക്ട്, ദെൻ മെഷർ ഓഫ് 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ആർക്ക് ആൻഡ് ലോവർ ആർക്ക് അപ്പർ ആർക്ക് മാർക്ക് ചെയ്തു. ലോവർ ആർക്ക് അപ്പർ ആർക്ക് മാർക്ക് ചെയ്തു. ഏത്? ആ പെർപെൻഡിക്കുലർ ലൈൻ്റെ മുകളിൽ. ദെൻ ജോയിൻ, വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ റോംബസ്. വളരെ മനോഹരമായ റോംബസ് കിട്ടിയല്ലോ. അപ്പോൾ 2 ഡയഗണൽസ് 6 8 തന്നാലോ ഏതും വരയ്ക്കുക. 2 ഡയഗണൽസ് 5 7 തന്നാലോ ഏതും വരയ്ക്കുക, ബൈസെക്ടർ വരയ്ക്കണം. 2 ഡയഗണൽസ് 10 12 തന്നാലോ എനി സൈഡ് വരയ്ക്കുക. 2 ഡയഗണൽസ് 7.5 and 8 തന്നാലോ 7.5 and 8 തന്നാൽ നമ്മൾ എന്തെടുക്കണം? 7.5 ഫസ്റ്റ്ലി കൺസ്ട്രക്ഷൻ. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഡെസിമൽ സൈഡ്സ് ഫസ്റ്റ് വരയ്ക്കുക. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആൻഡ് സെക്കൻഡ് ഡയഗണൽ ബൈസെക്ട് that measure, mark on that diagonal, join, we get a beautiful rhombus. Very problem goodi. Draw a rhombus of diagonal, draw a rhombus of diagonal, draw a rhombus of diagonal 8 centimeter and 8 centimeter and 6 centimeter. Draw a diagonal 8 centimeter and 6 centimeter. 8 centimeter and 6 centimeter. Okay, that's all. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8 and 6 അല്ലേ, റഫായിട്ട് ഒരു റോംബസ് വരയ്ക്കുക. ഡയഗണൽ കാണിക്കുക. 8ൻ്റെ ഹാഫ് 4 4, 6ൻ്റെത് 3 3 ആണ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 8 കൺസ്ട്രക്ട് ചെയ്തു. 8ഓ 6ഓ ഏതും ചെയ്യാം കേട്ടോ മക്കളെ, ഏതും ചെയ്യാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ മോർ ദാൻ ഹാഫ്, ലോവർ ആർക്ക് അപ്പർ ആർക്ക്, കട്ടാർക്ക് കട്ടാർക്ക്, ജോയിൻറ്റ്, വി ഗെറ്റ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദെൻ അനദർ 8 വരച്ചാൽ പിന്നെ അടുത്ത മാർക്ക് ചെയ്യേണ്ട 3 3 ആണ്. 3 എടുത്ത് കോമ്പസിൽ മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്തു. ഒക്കത്തിന് മെഷർമെൻറ്റ് എഴുതി വെക്കണേ. പലരും ഒന്നും എഴുതാറില്ല, 4 4 ഒക്കെ ആക്കി എഴുതി വെക്കുക. വെറുതെ ആയിട്ട് വരച്ച് വെക്കുകയാണ്, തട്ടിപ്പാണ്, അതൊന്നും നടക്കൂല. ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണം. 8 centimeter ലൈൻ പെർപെൻഡിക്കുലർ ബൈസെക്ട്, മാർക്ക് 3 3 പോയിൻ്റ് ഓൺ ദി ഡയഗണൽ, ജോയിൻ, വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ റോംബസ്. ചിലവരുണ്ട് വെറും തരികിടയായിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട്. അതിനെക്കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അത് ശ്രദ്ധിക്കണം. വെറും തരികിട കളിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ, വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ 2 സൈഡ്സ് ഇൻഡിജേഴ്സ് തന്നു, പിന്നെ 2 ഡയഗണൽ ഇൻഡിജേഴ്സ് തന്നു. സെക്കൻഡ് കേസിൽ ഒരു 1 ഡയഗണൽ തന്നു അല്ലേ, 1 ഡയഗണൽ ഡെസിമൽസ് തന്നു, ഒരു ഡയഗണൽ ഇൻഡിജർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കാലക്കേടിന് ചോദിക്കാറില്ല, വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ഇനി അഥവാ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. 2 ഡയഗണൽസ് ഡെസിമൽ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2 ഡയഗണൽസ് ഡെസിമൽ ആണെങ്കിൽ എന്ത് ചെയ്യും? എഴുതാം. ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ്, ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽ, ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽ 5.5 സെൻറ്റിമീറ്റർ ആൻഡ് 3.5 സെൻറ്റിമീറ്റർ. അങ്ങനെ വരുമ്പോഴുള്ള കേസാണ് ഞാൻ പറയുന്നത്. ഡ്രോ എ ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ് 5.5 സെൻറ്റിമീറ്റർ ആൻഡ് 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ റോംബസ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ഡയഗണൽ ഒന്ന് 5.5 ഒന്ന് 3.5 സ്കെയിലിൽ അതിൻ്റെ ഹാഫ് എടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നമുക്കതിന് പണിയുണ്ട്. 5.5 ഫസ്റ്റ് കൺസ്ട്രക്ഷൻ 5.5 ലാർജർ സൈഡ് വരച്ചുകൊണ്ട് ഫസ്റ്റ് ഒരു കുഴപ്പമില്ല കേട്ടോ, സ്മോളർ വരച്ചാലൊന്നും സംഭവിക്കില്ല. ദെൻ മോർ ദാൻ ഹാഫ് കോമ്പസിലെടുത്തു. മോർ ദാൻ ഹാഫ്, ഈ ലൈൻ്റെ മോർ ദാൻ ഹാഫ് കണ്ണ് തുറന്ന് കാത് തുറന്ന് കേൾക്കണം, പൊട്ടംകളി കളിച്ചിട്ട് കാര്യമില്ല. ജോയിൻ ചെയ്തു, കട്ടാർക്ക് വെച്ചു, നമുക്ക് കിട്ടി, ബൈസെക്ടർ കിട്ടി. ഇനി 3.5ൻ്റെ ബൈസെക്ടർ ശരിക്കും നമുക്കറിയാം 1.75, ദെൻ സ്കെയിലിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊന്ന് വർക്കിംഗ് കോളത്തിൽ ഒരു 3.5 ലൈൻ വരച്ചു, 3.5 ലൈൻ വരച്ചു 3.5ൽ. അതിനെ ബൈസെക്റ്റ് ചെയ്യുക, മോർ ദാൻ ഹാഫ് കട്ടാർക്ക് വെച്ച് ബൈസെക്റ്റ് ചെയ്യുക. 3.5 ഷാർപ്പ് ലൈൻ വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ആ ലെങ്ത് ഉണ്ടാകുമല്ലോ, ഇതെന്തായിരിക്കും 1.75 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 2.25ൽ റേഡിയസ് വരയ്ക്കുമ്പോൾ, സർക്കിൾ വരയ്ക്കാൻ പറയുമ്പോൾ 4.5 വരച്ച് ബൈസെക്റ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടില്ലേ? ആ കോൺസെപ്റ്റ് ഇതിലേക്ക് യൂസ് ചെയ്യുക. 3.5നെ ബൈസെക്റ്റ് ചെയ്തു. ദിസ് ലെങ്ത്ത് കോമ്പസിലെടുക്കുക, ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ ഒരാളെ സഹായമില്ലാതെ റോംബസായി, ഒരാളെ ഹെൽപ്പുമില്ല. 5.5 വരച്ച് ബൈസെക്ടർ വരച്ചു, 3.5 വരച്ചു ബൈസെക്ട് ചെയ്തു, ആ ബൈസെക്ട് കോമ്പസിലെടുത്തു മാർക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് റെയർ കേസാണ്, എന്നാലും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1 ഡെസിമൽ ഡയഗണൽ ആൻഡ് 1 ഇൻറ്റിച്ചർ, പോസിറ്റീവ് ഇൻറ്റിച്ചർ, 2 പോസിറ്റീവ് ഇൻറ്റിച്ചർ ഓർ ഹോൾ നമ്പർ, ദെൻ 2 ഡെസിമൽ നമ്പേഴ്സ് അല്ലേ. 2 ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ? ഫസ്റ്റ് ആദ്യത്തെ വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ദെൻ സെക്കൻഡ് ഡയഗണൽ വർക്കിംഗ് കോളത്തിലേക്ക് കൊണ്ടുപോകുക. വർക്കിംഗ് കോളം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എവിടെയെങ്കിലും സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത് ആ ഹാഫ് കോമ്പസിൽ ഇങ്ങോട്ട് മെഷർ ചെയ്താൽ അല്ലേ, ആ ഹാഫ് കോമ്പസിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് കട്ടാർക്ക് ആർക്ക് ഓൺ ദി സെക്കൻഡ് ഡയഗണലിൻ്റെ മുകളിൽ വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോജിക്സ്, എല്ലാ ലോജിക്കും നിങ്ങളെ മൈൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ, ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 പ്രോബ്ലംസ് റോംബസ് ചെയ്തു. 3 പ്രോബ്ലം സെക്കൻഡ് കേസിൽ 2 ഡയഗണൽസ് ആർ ഗിവണിൽ 3 പ്രോബ്ലം ചെയ്തു. എങ്ങനെയൊക്കെയാണ് 2 ഡയഗണൽസ് ആർ ഗിവൺ? 2 ഹോൾ നമ്പർ ഡയഗണൽ, 1 ഡെസിമൽ ആൻഡ് ഹോൾ നമ്പർ, 2 ഡെസിമൽ നമ്പേഴ്സ് ആർ ഗിവൺ. ഡയഗണൽസ് 2 ഹോൾ നമ്പർ ആയിട്ട് വരുന്ന കേസുണ്ട്, 1 ഡെസിമൽ ആൻഡ് ഹോൾ നമ്പർ ആയിട്ട് വരുന്ന കേസുണ്ട്, 1 2 ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന കേസ്. ഓക്കെ, ഫസ്റ്റത്തത് ഓക്കെ, എല്ലാവർക്കും ഒരേ ബൈസെക്റ്റ് ചെയ്യാൻ. സെക്കൻഡ് ഓക്കെ, ഡെസിമൽസ് ഫസ്റ്റ് വരച്ചിട്ട് ഹാഫ് ആക്കാം, വിത്ത് സ്കെയിൽ യൂസ് ചെയ്ത് ഹാഫ് ആക്കുന്ന സെക്കൻഡ് വരയ്ക്കുക. ദെൻ തേർഡ് ഡെസിമൽസ്, ഓൺലി ഡെസിമൽസ് മാത്രമാണെങ്കിൽ ഫസ്റ്റ് ലൈൻ ബൈസെക്റ്റ് ചെയ്തു, പെർപെൻഡിക്കുലർ വരച്ചു വെച്ചു. ദെൻ സെക്കൻഡ് ഡയഗണൽ വർക്കിംഗ് കോളത്ത് കൊണ്ടുപോയി ബൈസെക്റ്റ് ചെയ്തു. ദാറ്റ് ഹാഫ് ഡിസ്റ്റൻസ്, ഹാഫ് ലെങ്ത്ത് മാർക്ക് ഓൺ ദി സെക്കൻഡ് ഡയഗണൽ. ജോയിൻ വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ റോംബസ്. തർക്കമില്ലല്ലോ. അപ്പോൾ 2 ടൈപ്പിൽ ഡയഗണൽസ് റോംബസ് കാൽക്കുലേറ്റ് ചെയ്തല്ലോ. 1 സൈഡ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം അല്ലേ. ദെൻ അടുത്തത് 2 ഡയഗണൽസ് ആർ ഗിവൻ. അപ്പോൾ റോംബസിൻ്റെ അത്ര കേസുള്ളൂ കേട്ടോ. അപ്പോൾ റോംബസ് മീൻസ് പാരലോഗ്രാം. ഇറ്റ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, adjacent angles are supplementary, co-interior angles are supplementary. That types of parallelogram is called rhombus. All sides are equal, diagonals are bisect each other. All properties of parallelogram. All properties of parallelogram. ഇനി നമ്മൾ ഒറിജിനൽ പാരലോഗ്രത്തിലേക്ക് വരയ്ക്കുക. അടുത്ത ഹെഡിങ് കൺസ്ട്രക്ഷൻ ഓഫ് പാരലലോഗ്രാം. സെക്കൻഡ് ടൈപ്പ് പാരലോഗ്രത്തിൽ തന്നെ റോംബസ് ആണ് ഫസ്റ്റ് ചെയ്തത്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് പാരലോഗ്രാം ആണ് അടുത്തത്. അതിൽ ടൈപ്പ് 1 റോംബസ്. ഹൗ മെനി ടൈപ്സ്? 2 ടൈപ്സ്. ദെൻ പാരലോഗ്രാം കൺസ്ട്രക്ഷൻസ് എഡിറ്റിംഗ് എഴുതി. കൺസ്ട്രക്ഷൻ ഓഫ് പാരലോഗ്രാം ടൈപ്പ് 1. 2 diagonals and 1 angle between them are given. 2 diagonals and 1 angle between them are given. 2 diagonals and 1 angle between them are given. 2 diagonals and 1 angle between them are given. അപ്പോൾ 2 ഡയഗണൽ തരും, അതിൻ്റെ ഉള്ളിൽ ഒരു ആംഗിൾ തരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, 2 diagonals and 1 angle between them are given. എഴുതാം. ഡ്രോ എ പാരലലോഗ്രാം. Draw a parallelogram whose diagonals are, draw a parallelogram whose diagonals are 6 cm and 4 cm.
Draw a parallelogram whose diagonals are 6 cm and 4 cm long. And the angle between them 60 degree. And the angle between them 60 degree. Angle between them 60 degree. അപ്പോൾ റഫായിട്ട് നമുക്കൊന്ന് കാണിക്കുമ്പോൾ പാരലലോഗ്രാമാണ്. ഡയഗണൽ 6 and 4 ആണ്. അത് ബൈസെക്റ്റ് ചെയ്തു. 6നെ ബൈസെക്റ്റ് ചെയ്താൽ 3 3, 4നെ ബൈസെക്റ്റ് ചെയ്താൽ 2 2. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ നേരത്തെ റെക്റ്റാങ്കിളിൽ ചെയ്തൊരു കേസുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കേസും അപ്ലൈ ചെയ്യേണ്ടതെന്ന് വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് നമുക്ക് 6 cm ലൈൻ വരയ്ക്കാം. ഡ്രോ ഡയഗണൽ 6 cm ആൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ മാർക്ക് ചെയ്തു. അത് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്തു അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ 60 ഡിഗ്രി നേരത്തെ ചെയ്ത അതേ പണിനെ 60 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് ഒരു ഡാർക്ക് ലൈൻ. ഇത് പലരും തെറ്റിക്കാറുണ്ട്, വരച്ചതൊക്കെ തെറ്റിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണിത്. ഇത് തലകുത്തനെയൊക്കെ ആയിട്ടാണ് വരയ്ക്കുന്നത്. ആംഗിൾ മാർക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് തെറ്റുന്നത് മക്കളെ, വേറെ ഒന്നുമല്ല. ആംഗിൾ മാർക്ക് ചെയ്യാൻ ഇപ്പോഴും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്താ അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ അടുത്ത ഡയഗണൽസ് എന്താണ് 2 2 ആണ്. 4ൻ്റെ ഹാഫ് 2 2. 2 2 ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുക 2 2. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് അതേ പരിപാടി ജോയിൻ ചെയ്യുക, അതേ പ്രോഗ്രാംസ് ജോയിൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എന്താ കിട്ടുന്നത്? പാരലോഗ്രാം തന്നെയാണ് കിട്ടുക. നമുക്ക് നേരത്തെ റെക്റ്റാങ്കിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ അവിടെ ഡയഗണൽസ് ആർ ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് ആർ ഈക്വൽ ആണ്. പാരലോഗ്രത്തിന് ഡയഗണൽസ് ആർ ഈക്വൽ അല്ല. ഡയഗണൽസ് എത്രയാണ്? 3 3 2 2 ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. റെക്റ്റാങ്കിൾ ചെയ്തപ്പോൾ നമ്മളെന്താ മാർക്ക് ചെയ്തത്? 2.5 2.5 2. അപ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ടാണ് കിട്ടുക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാരലോഗ്രം ആയിട്ടാണ് കിട്ടുക. ഡയഗണൽസ് 3 3 6 and 4 ആണ്. ദെൻ 3 3 2 2. ക്ലിയർ ആണല്ലോ? റെക്റ്റാങ്കിൾ പഠിച്ച അതേ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ തന്നെ. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഡ്രോ എ ഡയഗണൽ 6 cm. ലാർജ് ഡയഗണൽ ആദ്യം വരച്ചോണ്ടി. ഡ്രോ എ ഡയഗണൽ 6 cm മോർ ദാൻ ഹാഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഡോട്ടഡ് ലൈൻസിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചെയ്യാം. വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. 2-3 ആൾക്കാർ ചെയ്യുന്നില്ല നിങ്ങൾ. ദെൻ നമ്മൾ എന്ത് ചെയ്തു? പൊട്രാക്ടർ വെച്ചിട്ട് ഈ ഡയഗണലിന് 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഡോട്ടഡ് ലൈൻസ് അല്ല, ഡാർക്ക് ലൈന് മാർക്ക് ചെയ്തു. ഡാർക്ക് ലൈന് മാർക്ക് ചെയ്തു. 60 ഡിഗ്രിയാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ സെക്കൻഡ് ഡയഗണൽ 4 ബൈസെക്റ്റ് 2 2. 2 cm കോമ്പസിലെടുത്ത് കട്ടാർക്ക് ആർക്ക് ഓൺ ദാറ്റ് ഡയഗണൽ. ജോയിൻ വി ഗെറ്റ് പാരലോഗ്രാം. ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അത് റെക്റ്റാങ്കിളാണ് കിട്ടുക. ഡയഗണൽസ് അൺഈക്വൽ ആണെങ്കിൽ പാരലലോഗ്രാം ഫോം ചെയ്യും. അപ്പോൾ ടൈപ്പ് 1 ആണെന്ത്? 2 ഡയഗണൽസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. പാരലോഗ്രാം ടൈപ്പ് 1, 2 ഡയഗണൽസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയാട്ടെ. ഡ്രോ എ പാരലലോഗ്രാം whose diagonals are 8 cm and 5 cm. Whose diagonals are 8 cm and 5 cm. And the angle between them 50 degree. അപ്പോൾ റഫായിട്ട് ശ്രദ്ധിക്കുക മക്കളെ. ഞാൻ പാരലോഗ്രാം ആണ് വരയ്ക്കുന്നത്. റഫായിട്ട് ആദ്യം ഫിഗർ വരയ്ക്കുക. പാരലോഗ്രാം ഡയഗണൽ 8ഉം 5 ആണ്. 8ൻ്റെ ഹാഫ് 4 and 4 ബൈസെക്റ്റ് ചെയ്തു. ദെൻ 5 ബൈസെക്റ്റ് വി ഗെറ്റ് 2.5 2.5. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ് 50 ഡിഗ്രി. റഫ് ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ 8 cm ലാർജർ ഡയഗണൽ, സെക്കൻഡ് ഡയഗണൽ 5 cm, ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ് 50 ഡിഗ്രി. ഫസ്റ്റ്ലി ഡ്രോ 8 cm ലൈൻ ഓർ 8 cm ഡയഗണൽ. ആർക്കറിയാത്തവരുണ്ട് നോക്കി എത്ര ടൈപ്പിലാണ് നമ്മൾ പറയുന്നത്. 8 cm ഡയഗണൽ. മോർ ദാൻ ഹാഫ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ ലൈനേക്കാൾ കൂടുതൽ ലെങ്ത് എടുത്ത് അപ്പർ ആർക്ക് ലോവർ ആർക്ക് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുക. ദെൻ ഇതിൽ നിന്ന് ആ ആർക്കിനെ കട്ട് ചെയ്ത് ദാറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അത് ഡോട്ടഡ് ലൈൻസ് ആക്കി വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ചെയ്യാം. ദെൻ ഡ്രോ. ഇനി അടുത്തത് 50 ഡിഗ്രി പൊട്രാക്ടർ യൂസിങ് പൊട്രാക്ടർ ഇവിടെ അങ്ങനെ വെച്ചിട്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്യുക.
50 ഡിഗ്രി മാർക്ക് ചെയ്തു, 50 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തു. ആ ഡാർക്ക് ലൈനായിട്ട് വരച്ചു. ദെൻ സെക്കൻഡ് ഡയഗണൽ എന്താണ്? 5, 5 1/2, 2.5, 2.5, 2.5 ഇവിടെ മാർക്ക് ചെയ്തു, 2.5 ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ ജോയിൻ വി ഗെറ്റ് പാരലലോഗ്രാം. പാരലലോഗ്രാം ആണ് കിട്ടുള്ളൂ. എന്നിട്ട് മാർക്ക് ചെയ്ത് വെക്കണം 4, 4, 2.5, 2.5. ഡയഗണൽസ് ഡിഫറൻ്റ് ആണ്. റെക്റ്റാങ്കിളിൻ്റെ കേസ് എന്തായിരുന്നു? ഡയഗണൽസ് ആർ ഈക്വൽ. ഈ പാരലോഗ്രാം ഡയഗണൽസ് ആർ അൺഈക്വൽ, ബൈസെക്റ്റ് ഈച്ച് അതറാണ്. രണ്ടും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡയഗണൽസ് റെക്റ്റാങ്കിൾ കേസിൽ ഈക്വൽ ഡയഗണൽ, ദെൻ പാരലോഗ്രാം കേസിൽ അൺഈക്വൽ ഡയഗണൽസ് ആണ്. അപ്പോൾ 2 ഡയഗണൽസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ് ആർ ഗിവൺ. ഫസ്റ്റ് ടൈപ്പ് ഓക്കെ ആണല്ലോ. 2 ഫിഗേഴ്സ് വരച്ചല്ലോ. റെക്റ്റാങ്കിളിൽ കൺസ്ട്രക്ട് ചെയ്ത് അതേ കേസ് തന്നെ, ഫുൾ കേസ്, സെയിം കേസ്, അത്രയേ ഉള്ളൂ. ഇവിടെ ഡിഫറെൻറ്റ് ഡയഗണൽസ് ആയിരിക്കും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ റോംബസ് 2 ടൈപ്പ് ചെയ്തു, പാരലലോഗ്രാം 1 ടൈപ്പ് ചെയ്തു. ദെൻ സെക്കൻഡ് ടൈപ്പ് പാരലോഗ്രാം, സെക്കൻഡ് ടൈപ്പ് എഴുതി വെക്കുക. സെക്കൻഡ് ടൈപ്പ് 2 adjacent sides and the angle between them. 2 adjacent sides and the angle between them. 2 സൈഡ് തരും, അതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ തരും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് പാരലോഗ്രാം: അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, ദെൻ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒക്കെ മെമ്മറിയിലേക്ക് വന്നോളണം കേട്ടോ. എക്സാമ്പിൾ: ഡ്രോ എ പാരലലോഗ്രാം വിത്ത് adjacent sides 5 cm and 3 cm. Adjacent sides 5 cm, 3 cm. And the angle between them 50 degree. And the angle between them 50 degree. 50 degree. അപ്പോൾ നമുക്ക് അറിയാം, റഫ് ഫിഗർ വരയ്ക്കാം. 5 and 3 അഡ്ജസൻറ്റ് സൈഡ്സ്, ലാർജർ സൈഡ് 5, സ്മോളർ 3, ആംഗിൾ ബിറ്റ്വീൻ ദെൻ 50. 50 ആണ് ഇവിടെ 50 ആയിരിക്കും, 5 ആണ് 5, ഇവിടെ 3, ദെൻ 50 ആണ് ഇവിടെ 130. ഒക്കെ നമ്മൾ കോൺസെപ്റ്റ് എല്ലാം പെർഫെക്റ്റ് കോൺസെപ്റ്റാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? 5 സെൻറ്റിമീറ്റർ ലൈൻ, വൃത്തിയായിട്ട് 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. പ്രൊട്രാക്ടർ വെച്ചു, ആംഗിൾ 50 ഡിഗ്രി മാർക്ക് ചെയ്തു, 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു അല്ലേ. ഇനി നമുക്ക് വേണേൽ 130 ഇവിടെ മാർക്ക് ചെയ്യാം. ആ കേസിൽ അങ്ങനെ വേണേൽ ചെയ്യാം 130. കാരണം എന്താ, ഇവിടെ 50 ആണ്, ഇവിടെ 130. 3 ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തു. ജോയിൻ വി ഗെറ്റ് പാരലലോഗ്രാം. ജോയിൻ വി ഗെറ്റ് പാരലലോഗ്രാം. അഡ്ജസൻറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, കോഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇറ്റ്സ് എ പ്രോപ്പർട്ടീസ് ഓഫ് പാരലലോഗ്രാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് തന്നെ എഴുതി വെച്ചത്, ഓൾ പ്രോപ്പർട്ടീസ് എഴുതി വെച്ചത്. എല്ലാ കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 ഡ്രോ 5 സെൻറ്റിമീറ്റർ ഫസ്റ്റ്, ദെൻ 50 ഡിഗ്രി ആംഗിൾ ആൻഡ് അഡ്ജസൻറ്റ് ആംഗിൾ 130 ഡിഗ്രി. ഡ്രോ 3 ആണ്, ഇവിടെ 3 ആണ് മാർക്ക് ചെയ്യുന്നത്, ഇവിടെ എഴുതിയത് മാറിപ്പോയതാണ്. ഡ്രോ 3 ഇവിടെ മാർക്ക് ചെയ്തു, 3 ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ ജോയിൻ വി ഗെറ്റ് റിക്വയർഡ് പാരലലോഗ്രാം. 2 സൈഡ്സ് 5 and 3, ആംഗിൾ ബിറ്റ്വീൻ ദം 50 ഡിഗ്രി. സിമ്പിൾ കോൺസെപ്റ്റാണ് കേട്ടോ, സിമ്പിൾ, വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. സിമ്പിൾ കോൺസെപ്റ്റാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി. ഡ്രോ എ പാരലലോഗ്രാം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് 7 cm and 5 cm. Draw a parallelogram with adjacent sides 7 cm and 5 cm. And the angle between them 60 degree. 7 cm, 5 cm. And the angle between 60 degree. 7, 5, 60 degree. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഡ്രോ എ പാരലലോഗ്രാം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് 7 cm and 5 cm. അങ്ങനെ എഴുതിക്കോളി ക്വസ്റ്റ്യൻ. ഡ്രോ എ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. ഡ്രോ എ പാരലലോഗ്രാം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് 7 cm, 5 cm. ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. അതാണ് പറഞ്ഞത്. ഡ്രോ എ പാരലലോഗ്രാം with adjacent sides 7 cm and 5 cm. Angle between them 60 degree.
അപ്പോൾ ഇവിടെ 7 ആണ്, ഓപ്പോസിറ്റ് 7. 5 ആണെങ്കിൽ 5, ഓപ്പോസിറ്റ് 60, അഡ്ജസൻ്റ് ആംഗിൾ 120, ഓപ്പോസിറ്റ് 120, എല്ലാം പെർഫെക്റ്റ്. ഫസ്റ്റ്ലി ഡ്രോ എ 7 സെൻറ്റിമീറ്റർ, മാർക്ക് 60 ഡിഗ്രി, എവിടെയെങ്കിലും ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണേൽ മാർക്ക് ചെയ്യുക. ദെൻ മാർക്ക് 120 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊട്രാക്ടർ മാറ്റി കളിക്കണ്ടല്ലോ. 120, 60 എല്ലാ മെഷർമെൻറ്റും ലെങ്ത്തും സൈഡ്സും ഒക്കെ എഴുതി വെക്കണേ. ദെൻ 5 ആണ് വരുന്നത് അടുത്ത സൈഡ്. 5 and 5 we get a parallelogram, super parallelogram. ഓക്കെ, അപ്പോൾ പാരലോഗ്രാം ടൈപ്പ് 2 വളരെ ഈസിയാണ്. 2 adjacent sides and angle between them are given. 2 adjacent sides and angle between them are given. 2 adjacent sides and angle between them are given. അടുത്ത ടൈപ്പ് 3 നോക്ക് മക്കളെ, പാരലോഗ്രത്തിൻ്റെ ടൈപ്പ് 3. 2 adjacent sides and 1 diagonal are given. 2 adjacent sides and 1 diagonal are given. 2 adjacent sides and 1 diagonal are given. 2 സൈഡും തരും, ഒരു ഡയഗണലും തരും. എഴുതിക്കോളൂ. ഡ്രോ എ പാരലലോഗ്രാം, ഡ്രോ എ പാരലലോഗ്രാം whose 2 sides are 6 cm and 3 cm. Draw a parallelogram whose 2 sides are 6 cm and 3 cm and 1 diagonal is 8 centimeter. 1 diagonal is 8 centimeter. Draw rough parallelogram. Sides ഏതൊക്കെയാ? 6 and 3. 6, 3. 1 diagonal 8 cm. 1 diagonal 8 cm. ഇവിടെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും, ഇവിടെ 3 ആയിരിക്കും. ആംഗിൾസ് ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് 6 കൺസ്ട്രക്ട് ചെയ്തു. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളിയേ. 6 കൺസ്ട്രക്ട് ചെയ്തു. സെക്കൻഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഡയഗണലാണ്. ഡ്രോ 8 സെൻറ്റിമീറ്റർ, മാർക്ക് എൻ ആർക്ക്. ദെൻ ടേക്ക് 3 സെൻറ്റിമീറ്റർ, കട്ട് ദിസ് ആർക്ക്. ആർക്കിനെ കട്ട് ചെയ്തു. ആർക്കിനെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തു. 6 സെൻറ്റിമീറ്റർ ഫസ്റ്റ്, 8 സെൻറ്റിമീറ്റർ സെക്കൻഡ്, 3 സെൻറ്റിമീറ്റർ തേർഡ്. 6 സെൻറ്റിമീറ്റർ ഡ്രോ എ ലൈൻ ആൻഡ് 8 സെൻറ്റിമീറ്റർ മാർക്ക് ഡയഗണൽ ലെങ്ത്ത്. ദെൻ 3 സെൻറ്റിമീറ്റർ സെക്കൻഡ് സൈഡ്. ദെൻ ഓപ്പോസിറ്റ് ഓഫ് 6 എത്ര വരിക? 6 തന്നെ. കോമ്പസിൽ 6 എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മാർക്ക് ചെയ്തു. ദെൻ 3 മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ജോയിൻ, വി ഗെറ്റ് എ പാരലലോഗ്രാം. സൈഡ് 6, 3 ആൻഡ് 1 ഡയഗണൽ 8. സെക്കൻഡ് ഡയഗണൽ നമ്മൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 6, ദെൻ 8 സെൻറ്റിമീറ്റർ ഡയഗണൽ, ദെൻ 3 സെൻറ്റിമീറ്റർ ജോയിൻ, വി ഗെറ്റ് എ ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ദെൻ 6 ഓപ്പോസിറ്റ് സൈഡ് 6, ഡ്രോ എൻ ആർക്ക് 6 സെൻറ്റിമീറ്റർ ഫ്രം ദിസ് പോയിൻറ്റ് ആൻഡ് കട്ട് ദ സെയിം ആർക്ക് 3 സെൻറ്റിമീറ്റർ. ജോയിൻ, വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ പാരലലോഗ്രാം. സൈഡ് 6 ആൻഡ് 3 ഡയഗണൽ ഓഫ് ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 ഡയഗണൽ ആൻഡ് 2 സൈഡ്സ് ആർ ഗിവൺ. 1 ഡയഗണൽ ആൻഡ് 2 സൈഡ്സ് ആർ ഗിവൺ. ഒരു ഡയഗണൽ തരും, 2 സൈഡ്സ് തരും. അപ്പോൾ ഫസ്റ്റ് സൈഡ് കൺസ്ട്രക്ട് ചെയ്തു. ദെൻ സൈഡിനെ കണക്ട് ചെയ്തിട്ട് ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ സെക്കൻഡ് സൈഡ് കൺസ്ട്രക്ട് ചെയ്തു. വി ഗെറ്റ് എ ട്രയാങ്കിൾ. ദെൻ ഓപ്പോസിറ്റ് ഓഫ് 6, 6 ആൻഡ് ഓപ്പോസിറ്റ് ഓഫ് 3, 3. എല്ലാം കോമ്പസ് വെച്ചിട്ടാണ്. ആർക്കൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് കോമ്പസ് വെച്ചിട്ട്. ചില ആൾക്കാരുണ്ട് സ്കെയിൽ വെച്ചിട്ട് തട്ടിപ്പ് നടത്തുന്ന പിക്ചർ കണ്ടാലറിയാം ഓന എല്ലാം കൂടി കുരുത്തക്കേടായിട്ട് ചെയ്തതാണെന്നുള്ളത്. വൃത്തികേടാക്കി ചെയ്തു വെച്ച ആൾക്കാരുണ്ട് അല്ലേ. കൺസ്ട്രക്ഷൻ നിങ്ങൾ വൃത്തിയായി ചെയ്താൽ മതി. നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അത് നീറ്റാക്കി ചെയ്യാം. അത് കിട്ടാത്തവർ വീണ്ടും വീണ്ടും ചെയ്ത് വാട്സപ്പിൽ കാണിക്കുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ കുറേ ആൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല കുട്ടികളായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, ഡ്രോ എ പാരലലോഗ്രാം ഹൂസ് 2 സൈഡ്സ് ആർ. ഡ്രോ എ പാരലലോഗ്രാം ഹൂസ് 2 സൈഡ്സ് ആർ 7 cm and 5 cm. 7 cm and 5 cm. 7 cm and 5 cm. And 1 diagonal 8 cm. And 1 diagonal 8 cm. 1 diagonal 8 cm. അപ്പോൾ 2 sides 7 and 5, 1 diagonal 8.
Then firstly construct 7 centimeter line. Draw an arc 8 centimeter and draw an arc 5 centimeter intersecting. Intersect ചെയ്തു 5 centimeter ഇവിടെ വരച്ചു. Then join we get a triangle. 8 ഒരു ആർക്ക് then 5 ഒരു ആർക്ക് അത് ഇൻ്റർസെക്റ്റ് ചെയ്തു. 8 ഒരു ആർക്ക് കോമ്പസിൽ എടുക്കുക ഒരു ആർക്ക്, 5 ഒരു ആർക്ക് ഇവിടുന്ന് വെച്ച് ടക്കട്ട ആർക്ക്. Join we get a triangle. Then 7 opposite side 7. Take 7 centimeter, draw an arc. Then take 5 centimeter, draw another arc. Join we get required parallelogram. Beautiful parallelogram. Simplest parallelogram. Easy parallelogram. കിട്ടിയല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. 2 sides and 1 diagonal are given. 7 ഫസ്റ്റ് വരച്ചു, 8 ഒരു ആർക്ക് മാർക്ക് ചെയ്തു, 5 ഒരു ആർക്ക് മാർക്ക് ചെയ്തു, അത് ജോയിൻ ചെയ്തു. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു 7, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തു 5. വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ പാരലലോഗ്രാം. അപ്പോൾ ടൈപ്പ് 3 കഴിഞ്ഞു കേട്ടോ. 2 sides and 1 diagonal are given. ലാസ്റ്റ് ടൈപ്പ് പാരലലോഗ്രാം. ലാസ്റ്റ് ടൈപ്പ് 2 adjacent ചെയ്തല്ലേ 2 diagonals and 1 side. 2 diagonals and 1 side are given. അടുത്തത് 2 diagonals and 1 side are given. നമ്മൾ ചെയ്തത് diagonals and angle between them ചെയ്തു. Then 2 adjacent sides and 1 diagonal ചെയ്തു. 2 adjacent sides and angle between them അത് ചെയ്തു. 2 diagonals and 1 side ആണ് ലാസ്റ്റ്. 2 diagonals and 1 side. 2 diagonals and 1 side. Example, draw a parallelogram with one side 5 centimeter and the diagonal 6 centimeter and 7 centimeter. Draw a parallelogram with one side 5 centimeter and diagonal 6 centimeter and 7 centimeter. Diagonal 6 centimeter and 7 centimeter. അപ്പോൾ 1 സൈഡ് 5 ആണ്, ഡയഗണൽ 6ഉം പിന്നെ എന്താ പറയുന്നത് 7ഉം. അപ്പോൾ ബൈസെക്റ്റ് ചെയ്താൽ 3.5 3.5 3 ആണ് വരുന്നത്. പാരലലോഗ്രാം ആണ്. ഡയഗണൽസ് ആർ ബൈസെക്റ്റ് ഈച്ച് അതർ. 6 ബൈസെക്റ്റ് ചെയ്താൽ 3, 7 ബൈസെക്റ്റ് ചെയ്താൽ 3.5. റഫ് ഫിഗർ ഓക്കെ ആയി അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു 5 centimeter സൈഡ്. ദെൻ 3.5 3 കോമ്പസിൽ എടുക്കണം രണ്ട് കേസിൽ. 3.5 ടേക്ക് 3.5 ഡ്രോ എൻ ആർക്ക്. ടേക്ക് 3 centimeter ഡ്രോ അനദർ ആർക്ക്. ജോയിൻ വി ഗെറ്റ് എ ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. 3.5 എടുത്തു, 3 centimeter ഡ്രോ എൻ ആർക്ക്. ദെൻ ലൈൻ എക്സ്റ്റെൻഡ് സ്കെയിൽ വെച്ച് നീട്ടുക, വളഞ്ഞു പോകരുത്. സ്കെയിൽ വെച്ചിട്ട് ഈ ലൈന് 3.5 എക്സ്റ്റെൻഡ് ചെയ്യുക, 3യും എക്സ്റ്റെൻഡ് ചെയ്യുക. ഡ്രോ എ ലൈൻ എക്സ്റ്റെൻഡഡ് 3.5 centimeter ആൻഡ് 3 centimeter. സ്കെയിൽ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ചില ആൾക്കാർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണാം, ഇങ്ങനെ വെച്ചത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അടിച്ചിട്ട് അങ്ങോട്ട് മുറിച്ചാളണം. ചില ആൾക്കാർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണാം, ഇങ്ങനെ പോട്ടം കളി കളിക്കുക ചെയ്യുക. അപ്പോൾ എക്സ്റ്റൻഷൻ പോലും ചെയ്യാൻ അറിയാത്ത, സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈന് നീട്ടാൻ പോലും അറിയാത്ത നല്ല വിദഗ്ധന്മാരുണ്ട്. അപ്പം ഡ്രോ എ ലൈൻ എക്സ്റ്റെൻഡ് 3.5 എക്സ്റ്റെൻഡ് ആൻഡ് 3 centimeter എക്സ്റ്റെൻഡ്. ദെൻ 3.5ൻ്റെ അനദർ ഹാഫ് എത്രയാണ് 3.5. സെൻട്രൽ നിന്ന് 3.5 മാർക്ക് ചെയ്യുക. 3യുടെ ഡബിൾ സെക്കൻഡ് ഹാഫ് എത്രയാണ് 3 തന്നെ. 3 ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് 3യും 3.5 നീട്ടി എല്ലാ ഭാഗത്തേക്കും ജോയിൻ ചെയ്ത് വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ പാരലലോഗ്രാം. Okay, diagonals are bisect each other. That property. That property. Diagonals are bisect each other. Diagonals are bisect each other. ശ്രദ്ധിക്കൂ. Draw 5 centimeter line and 3.5 centimeter arc and 3 centimeter arc join. We get a triangle extended 3.5 centimeter. എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി ഇതിവിടെ ബാക്കിയുള്ള വേസ്റ്റ് ഒന്നും മായ്ക്കണ്ട. Then 3 centimeter extended. Draw then center to 3.5 and another point 3. Join we get a beautiful parallelogram. അപ്പോൾ ടൈപ്പ് 4 ഈസി ആണല്ലോ അല്ലേ. എനി പ്രോബ്ലം?
ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് എന്ത് പ്രോബ്ലം വന്നിരിക്കുന്നത് എല്ലാം ഈസിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് 4 ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പാരലോഗ്രത്തിൽ 8ാമത്തെ ഫിഗർ റോംബസിൽ 3 എണ്ണം വരച്ചു അല്ലേ. 2 ടൈപ്പ് റോംബസിൽ 5 ഫിഗേഴ്സ് അവിടെ വരച്ചു റോംബസിൽ. 4 ടൈപ്സ് പാരലോഗ്രത്തിൽ 8 ഫിഗർ 13 ഫിഗർ ഉണ്ട് നമുക്ക്. ഡ്രോ എ പാരലോഗ്രാം with one side 6 centimeter and the diagonal 7 centimeter and 8 centimeter. One side 6 centimeter and its diagonal 8 centimeter and 7 centimeter. 3.5 8 and 4 8 and a half 4 3.5 6. One side 6 അപ്പോൾ ബേസ് മാത്രം എടുത്താൽ മതി, മറ്റേ സൈഡ് നമുക്ക് അറിയില്ല. Then draw a line 6 cm. Firstly 6 cm. അടുത്തത് നമ്മൾ ഓടിയെത്തണം 4 cm. ഫിഗർ അതിനാണ് വരച്ചത്. 4 ഫസ്റ്റ് എടുത്തു. ഡ്രോ an arc 4 and draw another arc 3.5. Join we get a triangle 3.5 4 വളരെ വൃത്തിയായിട്ട് വരച്ചു. എക്സ്റ്റെൻഡ് ചെയ്യുക, സ്കെയിൽ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. എന്ത് സുഖ പരിപാടി, എക്സ്റ്റൻഷൻ നടത്തി. ഡ്രോ അനദർ പോയിൻറ്റ് 4, അതിൻ്റെ മുകളിൽ തന്നെ 4. ദെൻ 3.5 മാർക്ക് ചെയ്തു. 3.5 ജോയിൻ വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ പാരലോഗ്രാം. അപ്പോൾ 4 ടൈപ്പ് 8 കൺസ്ട്രക്ഷൻ, 4 ടൈപ്സ് 8 കൺസ്ട്രക്ഷൻ പാരലോഗ്രാം. ദെൻ റോംബസ് 2 ടൈപ്സ്. 2 ടൈപ്പിൽ നമ്മളെന്ത് ചെയ്തു, 4 കൺസ്ട്രക്ഷൻ ചെയ്തു, ഒരു എക്സ്ട്രാ ഒരു കൺസ്ട്രക്ഷനും കൂടി ചെയ്തു. 4 കൺസ്ട്രക്ഷൻ ആൻഡ് 2 ഡെസിമൽസ് തന്നിട്ടുണ്ട്, ഡയഗണൽ ഡെസിമൽസ് തന്നിട്ട്. അപ്പോൾ 8 + 5 13 കൺസ്ട്രക്ഷൻ ഉണ്ട് നമുക്ക് ഈ പാർട്ടിൽ. 13 കൺസ്ട്രക്ഷൻ പാരലോഗ്രാം ആൻഡ് റോംബസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോംബസ്. 1 സൈഡ് ആൻഡ് 1 ആംഗിൾ and 2 diagonals are given. 1 side and 1 angle are given. Second 2 diagonals are given. Then പാരലോഗ്രത്തിൽ ഓർഡറിലൊന്നല്ല പറയുന്നത്, പാരലോഗ്രത്തിൽ നോക്കുക. The 2 diagonals and the angle between them are given. 2 adjacent sides and angle between them are given. 2 adjacent sides and 1 diagonal are given. 2 diagonals and 1 side are given. അങ്ങനെ 4 ടൈപ്പ്. അത് 2 ടൈപ്സ് റോംബസ്. ടോട്ടൽ 6 ടൈപ്സ്, 12 പ്രോബ്ലം പ്ലസ് ഒരു എക്സ്ട്രാ പ്രോബ്ലം റോംബസിൽ. 13 ഫിഗേഴ്സ് കൺസ്ട്രക്ട് ചെയ്തു. ഈ 13 ഫിഗർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓരോ ടൈപ്പിൽ ഓരോ ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അത് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കണം മക്കളെ. ചെയ്ത് പഠിക്കുക. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ നോക്കി. നിങ്ങളെ ഹാർഡ് വർക്കാണ് ഈ കൺസ്ട്രക്ഷനിൽ വേണ്ടത്. ആ ഹാർഡ് വർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് വാട്സപ്പിലൂടെ എന്ത് ക്ലിയർ ചെയ്തിട്ട് അത് സെറ്റാക്കി എടുക്കാം. ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നന്ദി, നമസ്കാരം.